അപ്പം ഞാനിന്ന് കുറച്ച് വെണ്ടക്ക നമുക്ക് അച്ചാറിടാം കേട്ടോ. വെണ്ടക്ക അച്ചാറിന് എങ്ങനെയാണെന്ന് കാണിക്കാം. നമുക്കത് അച്ചാറിട്ട ഒരാഴ്ച വരെയൊക്കെ കൂട്ടാൻ പറ്റും. അപ്പം അതിനാവശ്യമുള്ളത് കുറച്ച് വെണ്ടക്ക. ഇപ്പോൾ ഒരു 1/4 കിലോ വെണ്ടക്ക, 1 കിലോ ഇല്ല, 3 പച്ചമുളക്, 2 മല്ലിച്ചീര, പിന്നെ ഒരു വേപ്പില, പിന്നെ കുറച്ച് പുളി. ഈ പുളിയാണ് എടുക്കുന്നത്. നമുക്ക് ഇതൊരു അച്ചാറിടാം. നമുക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് വെണ്ടക്ക ഇതാണ് പീസ് കേട്ടോ. അച്ചാറിന് നമ്മൾ കഷ്ണിക്കണത് ഇതാണ് പീസ്. ഈ പീസിൽ എല്ലാം ഒരേ അളവിന് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഒരു 3 പച്ചമുളക് നീളത്തിൽ പൊടിച്ചത്, പിന്നെ ഉള്ളി ഒരു 3 കഷ്ണം കേട്ടോ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി വേണ്ട, പിന്നെ വേപ്പില, പിന്നെ അതേ കുറച്ച് മല്ലിച്ചീര, ഇതിന് ആവശ്യത്തിന് കുറച്ച് പുളി, വാടംപുളി എന്നും പറയും, ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടംപുളി എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത്രയും മതി ഇതിന് ആവശ്യമുള്ളത്. ഇത് നമുക്ക് വെള്ളത്തിലിക്കിടാം, എന്നിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്ക് വെക്കാം, കറി വെക്കാം, വെണ്ടക്ക അച്ചാറിടാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായി കേട്ടോ. ഇനി നല്ല എണ്ണയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം 2 മണി കടുകിടാം. ഇപ്പോൾ കടുക് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം, പച്ചമുളക് ഇട്ടാ ഒന്ന് ആടാക്കി. അതിലേക്ക് നമുക്ക് വേപ്പില ഇടാം. അധികം പൊരിയൊന്നും വേണ്ട കേട്ടോ. അധികം ഭയങ്കര ആടാക്കൊന്നും വേണ്ട. എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കമൻ്റ് ഇടണം. എല്ലാവരും വെച്ച് നോക്കാൻ വേണ്ടി ഇടണം. എല്ലാവരും വെച്ച് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഞാൻ വെക്കുന്നൊരു കറിയാണ്, അച്ചാറാണ്. വെണ്ടക്ക അച്ചാർ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് ഒരു നുള്ളു വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു മതി. ഒരു നുള്ളു കറി മസാല, ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഈസിയാണ് വെക്കാൻ. 2 മിനിറ്റ് മതി. 2 മിനിറ്റൊന്നും വേണ്ട. ഇതിലോട്ടിട്ട് 2 കയ്യിൽ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി 2 കയ്യിൽ, മുളക് പൊടി ഇതൊക്കെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ.
രണ്ടേരി മുട്ടപ്പൊടി നല്ലോണം മുട്ടട്ടെ. അപ്പോൾ ഈ പുളിവെള്ളം കണ്ട പുളി ഇത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. വെണ്ടയ്ക്ക വേവാൻ ഇത്തിരി താമസിക്കും. അധികം വേവണ്ട, ഒരു മിനിറ്റ് ഒന്ന് കിടക്കണം. ഇതിലോട്ടിട്ട് ഉപ്പ് പൊടി കുറച്ച് മതി. ഇതിലേക്ക് നമുക്ക് വെണ്ടക്കട വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ചെറിയ തീരിട്ടാൽ മതി. ഒരു മിനിറ്റ് നമുക്കൊന്ന് കഴിഞ്ഞിട്ട് പുളി വെള്ളം ഒഴിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. മസാലയൊക്കെ പിടിക്കാനാണ്. വെള്ളം ഒഴിച്ചിട്ടുമില്ല, ഞാൻ മൂടി വെച്ചിട്ടുമില്ല കേട്ടോ. നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യണം, കുറച്ച് വളമ്പുളി പിഴിഞ്ഞ് വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ, അങ്ങനെ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. നമുക്ക് നല്ലോണം ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഒരു മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഉള്ളൂ കേട്ടോ. പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അല്ല, പച്ചക്കളർ മാറിയിട്ടില്ല. പച്ചക്കളർ പോകരുത് കേട്ടോ, കാരണം എൻ്റെ ഭംഗിയാണ്. ഇത് നമുക്കൊരാഴ്ച വരെ നമുക്ക് കൂട്ടാം. അടിപൊളി സാധനമാണ്. നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് കാര്യം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2 ദിവസം വീഡിയോ ഇട്ടില്ല, 2 3 ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ് ഇത്രയും മതി. ഇതാ നല്ല ടേസ്റ്റാണിത്. ചോറിനൊക്കെ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരാഴ്ച വരെ നമുക്കിത് വെക്കാം. ഇതിലോട്ടിട്ട് ഞാൻ മല്ലിയില കുറച്ചല്ലേ ഉള്ളതാണ്, ഞാൻ കുറച്ച് വെക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിക്കുമ്പോൾ കുപ്പിലോട്ട് കാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ചൂടാറി കേട്ടോ. ചൂടാറി നമ്മളെല്ലാം ഓക്കെ കേട്ടോ. നമുക്കിത് അച്ചാറാണ്. നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് കുപ്പിയിലോട്ടേക്ക് പകർത്താം കേട്ടോ. ഉടനെ കുപ്പിയിലോട്ടേക്ക് പകർത്താം. നമുക്കൊരാഴ്ച വരെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പേരെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അതിന് മുകളിലോ നമുക്കിത് പിടിക്കിടാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അധികം ദിവസം വേണമെങ്കിൽ അതൊരു 7 ദിവസം നമുക്ക് എന്തായാലും ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് കൂട്ടി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കുപ്പിയിലോട്ടിട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെക്കാം. വെണ്ടക്ക അച്ചാറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. വെച്ച് നോക്കണം. എല്ലാവരും അഭിപ്രായം പറയണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ സ്നേഹം ഉണ്ടാവണം. എൻ്റെ ചെറിയ കറികളാണ്. അപ്പോൾ എല്ലാവരും
നമുക്ക് വെണ്ടക്ക അച്ചാർ റെഡി. ഓക്കെ, ഇപ്പോൾ നമുക്കിത് കുപ്പിയിലോട്ട് കിടണം കേട്ടോ. ചൂടൊക്കെ അറിയേ. ചൂടാറിയിട്ടാ. കുപ്പിയിലേക്കാക്കി. അപ്പോൾ നമുക്ക് വെണ്ടക്ക അച്ചാർ റെഡി കേട്ടാ. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കട്ടാ. അഭിപ്രായം പറയണം കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം. കുപ്പി ഉടനെ കുപ്പിയിലാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരാഴ്ച വരെയും കൂട്ടാം കേട്ടാ. നമുക്ക് വേണമെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം. ഇതാണ് നമ്മളെ വെണ്ടക്ക അച്ചാർ റെഡി. ഓക്കെ.